ഏട്ടാ 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 അത് അവളുടെ ഒരു അത്തമായിരിക്കാനാണ് സാധ്യത. അളിയ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. ഇവരാദ്യം കയറി പിടിക്കുന്നത് ഇവരുടെ പീരിയഡ്സിലാണ്. ഏട്ടാ, എനിക്ക് വയറുവേദനിച്ചിട്ട് വയ്യ, ശരീരമൊക്കെ കുഴഞ്ഞു പോകുന്ന പോലെ ഉണ്ട്, എനിക്കൊന്ന് കിടന്നാൽ മതി, വീട്ടിൽ ധാരാളം പണിയുണ്ട്, ചേട്ടനൊന്ന് ചെയ്യുമോ, ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട. ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഓ പാവം പെണ്ണ്, നമുക്കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നു, നമുക്ക് അവളെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിക്കും, ഇല്ലേ? ആ, എന്നാ നീ തീർന്നു, അതോടെ കഴിഞ്ഞു. അടുത്ത 7 ദിവസം വീട്ടിലുള്ള മുഴുവൻ മണി നിന്നെ കൂടെ അവൾ ചെയ്യിപ്പിക്കും. അവരത് നന്നായി മുതലെടുക്കൂടാ. 7 ദിവസത്തിന് ശേഷം അവർ ചെറിയ ജോലികളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിനൊരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ടാവും. ഓ, പെണ്ണ് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി, നമുക്ക് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് വൈകിട്ട് ഒരു കുളിയും പാസ്സാക്കി വെളിയിൽ പോയി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടൊന്ന് ജോലി അടിച്ചിട്ട് വരാമെന്ന് വിചാരിക്കും. അന്നേരം നോക്കി ബാക്കിൽ നിന്നൊരു വിളിയുണ്ട്, ചേട്ടാ ഈ വെജിറ്റബിൾസ് ഒന്ന് മുറിച്ച് തരുമോ? ശരി, അത് മുറിച്ച് കൊടുത്തിട്ട് വേഗം പോകാമെന്ന് വിചാരിക്കും. അന്നേരം നോക്കി ദേഹത്ത് വന്ന് തട്ടാനും മുട്ടാനും വരസാനൊക്കെ ഒരു നിർത്തലുണ്ട്. കല്യാണത്തിൻ്റെ ആദ്യ നാളുകളായതുകൊണ്ട് അതിനൊരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ടാവും. അതിനുശേഷം നടക്കുന്ന കലാപരിപാടികൾ നല്ല സ്മൂത്തിലങ്ങ് പോകും. പക്ഷേ എത്രയെന്ന് വെച്ചിട്ടാ, ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? അപ്പം അതാണ് ഞാൻ പറയുന്നത്. ഇനി നിന്നോട് ഇതേപോലെ അവിടെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന നീ അങ്ങ് പറയടാ. ബാക്കിയൊക്കെ വരുന്നത് വെച്ച് കാണടാ. എടാ, ഞാൻ പറഞ്ഞത് മൊത്തം ചുമ്മാതെയാ, നീ സീരിയസ് ആയി വിചാരിക്കരുത് കേട്ടോ.